ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നയനയാണെങ്കിൽ അതിരാവിലെ തന്നെ കോഫി ആയിട്ട് വരികയാണ് കേട്ടോ ആദിക്ക്. ഇതേ സമയത്ത് ആദി കുളിക്കായിരിക്കും. അപ്പോൾ ഒത്തിരി സമയമായാലും ഇത് എന്തെടുക്കുക എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദി പറയുന്നുണ്ട്, ഞാൻ എക്സസൈസ് ചെയ്യുക. പിന്നെ എക്സസൈസ് ഒരു പറയുന്നതിനൊരു ഇതില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദി പറയുന്നുണ്ട്, എല്ലാം നിന്നിൽ നിന്ന് കിട്ടുന്നതാ. നീ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ നേരെ ചോദിന് മറുപടി ഒന്നും ഇല്ലല്ലോ. ഇതുപോലെ നിനക്ക് അനിഷ്ടമൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ നിനക്കും ഇതുപോലെ തന്നെ മറുപടി പറയുന്നതായിരിക്കും നല്ലത്. എന്നാൽ നിൻ്റെ വേവ് ലെന്തിനെ ഒപ്പം എനിക്കാകാൻ കഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനോ. അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ ചെറിയ ചെറിയ തമാശകളും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇണക്കങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സമയമൊക്കെ ആയിരിക്കും കേട്ടോ. ഇതേ സമയത്ത് അങ്ങനെ ആദ്യം ഇറങ്ങി വരുമ്പോഴത്തേക്കിനും നമ്മുടെ നയന കോഫിയൊക്കെ കുടിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യം നമ്മുടെ നയനയുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കി കോഫിയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. എന്താ എന്നെ ഇങ്ങനെ നോക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ചുമ്മാ നോക്കിയതേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ്. ഇതിന് മധുരം പോരല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേനും നയന പറയുന്നുണ്ട്, മധുരം ഉണ്ടായിരുന്നല്ലോ, ഞാൻ നോക്കിയതാണല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് പിന്നെയും നയന അത് കുടിക്കുകയാണ്. കുടിച്ചിട്ട് തിരികെ പറയുന്നുണ്ട്, നല്ല മധുരം ഉണ്ടല്ലോ എന്നിങ്ങനെ പറയാണ്. പെട്ടെന്ന് തന്നെ ആദ്യം കുടിച്ചിട്ട് പറയാണ്, ഇപ്പം നല്ല മധുരം ഉണ്ട് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ഇത് കാണുമ്പോഴത്തേക്കിനും നമ്മുടെ നയനയ്ക്ക് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ ചിരിയൊക്കെ വരികയാണ്. അങ്ങനെ ആദ്യം പറഞ്ഞിട്ട് ഇപ്പം നല്ല മധുരം ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മുടെ നയന പറയുന്നുണ്ട്, അത് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി കൂടി വന്നേ. എന്താ? അല്ല, ഇന്ന് ഇമ്പോർട്ടൻ്റ് എന്തോ മീറ്റിങ്ങും ക്ലയൻസൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഉണ്ട്, എന്തേ? അല്ല, ഇന്ന് ഞാൻ നിങ്ങളുടെ ചുമ്മാ ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനും നിങ്ങളുടെ രാശി നോക്കി. അപ്പോഴത്തേക്കിനും ഇന്ന് നല്ല രാശിയാണ് നിങ്ങൾക്ക്. ഇന്ന് തൊടുന്ന എല്ലാം പൊന്നാകും എന്നൊക്കെയാണ് കൊടുത്തിരിക്കണം എന്നിങ്ങനെ പറയുമ്പോഴത്തേനും ഉടനെ ആദ്യം പറയുന്നുണ്ട്, താൻ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ, വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേനും ആദ്യം പറയുന്നുണ്ട്, പത്രം എന്ന് പറയണത് നമുക്ക് ന്യൂസുകൾ വായിക്കാനും അതുപോലെ തന്നെ എവിടെയൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനാണ്, അല്ലാതെ ഇതുപോലുള്ള വിശ്വാസങ്ങൾ ഏറ്റെടുക്കാനല്ല. അതൊക്കെ ഓരോരുത്തരുടെ തലയിൽ വിധിച്ചിട്ടുണ്ടല്ലോ, അതുപോലെയൊക്കെ നടക്കുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഫലം നോക്കി ഇന്ന് നല്ല ദിവസമായിരിക്കും അല്ലെങ്കിൽ നാളെ ഇനി പന്ന ദിവസമായിരിക്കും അന്നൊന്നും വിശ്വസിക്കേണ്ടടോ എന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ. ഉടനെ നയന പറയുന്നുണ്ട്, അതിലിപ്പോൾ എന്താ, നമ്മുടെ നാളെ നോക്കിയൊന്ന് അതിനകത്ത് കൊടുത്തിരിക്കണമെന്ന് ആ ഫലം ഒന്ന് വായിച്ചു. അതിപ്പം നടക്കും, ചിലപ്പോൾ നടക്കില്ല, എന്നാലും അത് അറിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു സന്തോഷം സമാധാനം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പോകുമായിരിക്കും കേട്ടോ. എന്നാൽ അന്നത്തെ ദിവസം നമ്മുടെ ആദിക്ക് നല്ല ഗജകേശ്വരി യോഗം തന്നെയായിരിക്കും. ആദിക്ക് ഓരോരോ നല്ലത് നടക്കുമ്പോഴും ആദ്യം ഇങ്ങനെ നയനയെക്കുറിച്ച് തന്നെ ഓർക്കുമായിരിക്കും കേട്ടോ. കാരണം നയനയുടെ രാവിലത്തെ ആ വാക്കുകളൊക്കെ ആദ്യം ഇങ്ങനെ ഓർക്കുമായിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ശരിക്കും അവളൊരു ഭാഗ്യം തന്നെയാണ് എന്നിങ്ങനെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ആദ്യം ചിന്തിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീടാണെങ്കിൽ നമ്മുടെ നയനയും അതുപോലെ തന്നെ നവ്യയും കൂടെ സംസാരിക്കുകയാണ്. അമ്മയുടെ ബാഗിൽ അവർ മാല വെച്ചിട്ട് നമ്മളത് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവർ എടുത്ത് മാറ്റിയത്. അല്ലെങ്കിൽ ഇന്ന് അമ്മ എല്ലാവരുടെ മുൻപിൽ കള്ളിയായതിനെ നമുക്ക് പിന്നെ ഒന്നും പറഞ്ഞ് അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. ഉടനെ ഇത് കേട്ട് അമ്പരന്ന് വരികയാണ് നമ്മുടെ കനകം. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ അവരെൻ്റെ ബാഗിൽ മാല വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, എന്നെ അപ്പോൾ അവർ കള്ളിയാക്കാൻ നോക്കുമായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ ജലജയെക്കുറിച്ച്. ഇതേ സമയത്ത് നയന പറയുന്നുണ്ട്, ഇല്ലമ്മേ, അതിനപ്പുറം തന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മളത് മാറ്റിയില്ലേ, നമ്മളത് കണ്ടില്ലേ, അതുകൊണ്ട് അമ്മ പേടിക്കണ്ടെന്നൊക്കെ പറയാൻ. ഉടനെ കനകം പറഞ്ഞിട്ട്, ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല, എന്തൊക്കെ അവർ ഈ കാണിച്ചു കൂട്ടുന്നത്, ഇനി അവർ എന്തൊക്കെ ചെയ്യും, ഞാൻ എല്ലാവരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കാൻ ഇനി എനിക്ക് വയ്യ, ഞാൻ എൻ്റെ വീട്ടിൽ പോകാമെന്നൊക്കെ പറയുമ്പോൾ നയനെ പിടിച്ച് നിർത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നീടാണെങ്കിൽ ജലജയ്ക്കിട്ട് ഒരു പണി കൊടുക്കണം എന്ന് തന്നെ തീരുമാനിക്കുകയാണ് കനകം. അങ്ങനെ കനകം വന്ന് കയറിയത് മുതൽ നമ്മുടെ ജലജയ്ക്കിട്ട് 8ൻ്റെ പണി തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ ജലജ ഇവർ മൂന്നുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, 3 ഒറ്റക്കെട്ടായി എങ്ങനെയും ഇതുങ്ങളൊക്കെ പിരിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് പിന്നെ നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അഭിയുടെ റൂമിൽ നിന്നും ഒരു കുപ്പിയും അതുപോലെ തന്നെ ഒക്കെ എടുക്കുന്നുണ്ട്. വെള്ളത്തിലൊക്കെ ഇങ്ങനെ കലർത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമ്മുടെ കനകത്തിനെ കൊണ്ട് കുടിപ്പിക്കാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ കനകത്തോട് ഇത് വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് അതിങ്ങനെ വോഡ്ക ആയിരിക്കും, അതുകൊണ്ട് തന്നെ കളറില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുടിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജലജ തന്നതുകൊണ്ട് ഇതിൽ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയ കനകാണെങ്കിൽ ജലജയുടെ മുമ്പിൽ വെച്ച് അത് കുടിക്കണ പോലെ അങ്ങനെ ആക്ട് ചെയ്തിട്ട് അത് ഒഴിച്ച് കളയാണ് കേട്ടോ. എന്നിട്ട് കുടിച്ച് ലക്ക് കെട്ട അവസ്ഥയിൽ നിൽക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ അഭിനയിക്കുകയാണ്. എന്നിട്ട് ജലജനെ പിടിച്ച് വലിക്കുകയും കൊണ്ട് ഭിത്തിക്കിട്ടൊക്കെ ചേർത്ത് ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജലജയുടെ ഫോൺ അവിടെ ഇരിക്കുമ്പോൾ അതെടുത്തൊരു ഒറ്റ ഏറിയാണ്. എന്താ നിങ്ങൾ കാണിച്ചെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഇതിവിടെ ഇരിക്കുന്ന കണ്ടിട്ടൊന്നും സുഖിക്കണില്ല എന്ന് പറഞ്ഞിട്ട് എറിയാണ്. ഞാൻ രാത്രി പാട്ട് കേട്ടോണ്ടായിരുന്നു ഉറങ്ങിക്കൊണ്ട്, ഇനി ഞാൻ എന്തോ കേൾക്കും
നിങ്ങളിത് എന്തൊക്കെ ഈ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരിക്കും. എന്നിട്ട് ജലജ പറയാണ്, എല്ലാവരുടെ മുമ്പിൽ ഇവളെ ഒരു തെറ്റുകാരിയാക്കിയിട്ട് പറഞ്ഞു വിടാൻ നോക്കിയിട്ട് ഇതിപ്പോൾ എൻ്റെ കഷ്ടകാലമാണല്ലോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരിക്കും നമ്മുടെ ജലജ. നമ്മുടെ കനകം കിട്ടിയ അവസരം മുതലാക്കി നമ്മുടെ ജലജയ്ക്കിട്ട് നല്ല ഇടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വളരെ രസകരമായ ഒരു എപ്പിസോഡായിരിക്കും കേട്ടോ. അങ്ങനെ ജലജയും കനകവും തമ്മിൽ നല്ല പോട്ടി നടക്കുമായിരിക്കും. ഇതേ സമയത്ത് രാത്രിയിലാണെങ്കിൽ കനകമാണെങ്കിൽ ഇങ്ങനെ വെളിയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ജലജ ആ റൂം ഇങ്ങനെ പൂട്ടിയിട്ട് പോകുകയാണ്. എന്നിട്ട് നീ ഇനി എങ്ങനെ കയറി കിടക്കുമെന്ന് ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുമായിരിക്കും കേട്ടോ. അങ്ങനെ കനകം വരുമ്പോഴത്തേന് റൂം പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ജലജ ഇതെവിടെ പോയി എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് തലയിലിരിക്കുന്ന ആ ക്ലിപ്പ് എടുത്ത് അത് ഡോറ് തുറക്കുകയാണ്. അങ്ങനെ ഡോറ് തുറന്നിട്ട് ഉള്ളിൽ കയറി സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ജലജയാണെങ്കിൽ രാത്രി കുറേ വൈകിയതിന് ശേഷം അവർ സെറ്റിൽ വല്ലതും കിടന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് വരികയാണ് റൂമിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. കുറേ രാത്രി ആയി കഴിഞ്ഞിട്ടായിരിക്കും പറഞ്ഞത്. അത്രയും നേരം തൻ്റെ ഉറക്കം പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിൽക്കുമായിരിക്കും കേട്ടോ ജലജ. അങ്ങനെ പിന്നെ റൂമിലേക്ക് കയറി വരുമ്പോൾ റൂമിൻ്റെ ഡോറ് തുറന്ന് നിൽക്കുമായിരിക്കും. ഇതെങ്ങനെ സംഭവിച്ചു, ഞാൻ പൂട്ടിയിട്ട് പോയതാണല്ലോ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുമ്പോഴായിരിക്കും നമ്മുടെ ജലജയുടെ നൈറ്റിയൊക്കെ ഇട്ട് നമ്മുടെ കനകം അവിടെ നിൽപ്പുണ്ടായിരിക്കും. അങ്ങനെ തൻ്റെ പ്ലാനിങ്ങുകളെല്ലാം പൊളിച്ച് കനകവും ജലജയും പൊരിഞ്ഞ് അടിയൊക്കെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞത്. എന്തായാലും കനകം അധികം വൈകാതെ തന്നെ ഇനി വീട്ടിലേക്ക് വരികയാണ്. അതുമുതൽ നല്ല അടിപൊളി എപ്പിസോഡുകളായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള അപ്കമിങ് എപ്പിസോഡുകൾ കേൾക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.